പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ ജോയ് പ്ലാശ്ശേരി, വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, ശ്രീ ബിന്നി ഇമ്മട്ടിയുടെ സ്മരണാർത്ഥം വളരെ ശ്രദ്ധേയമായ ചില പരിപാടികൾ ഇവിടെ നടക്കുകയാണ്. സാംസ്കാരിക രംഗത്തും സാമൂഹ്യ രംഗത്തും മികച്ച സംഭാവനകൾ നൽകിയ പ്രതിഭകളെയും പ്രസ്ഥാനങ്ങളെയും ആദരിക്കുക എന്ന ദൗത്യമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. ബഹുമാന്യനായ മുൻ മന്ത്രിയും ഇപ്പോൾ പാർലമെൻറ്റ് മെമ്പറുമായ സഖാവ് കെ രാധാകൃഷ്ണൻ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. അദ്ദേഹമാണ് അവാർഡുകൾ വിതരണം ചെയ്യുന്നത്, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. ശ്രീ ബിന്നി ഇമ്മട്ടിയെക്കുറിച്ച് ഏതാനും വാക്കുകൾ അനുസ്മരിക്കുക എന്നുള്ള ദൗത്യമാണ് എനിക്കുള്ളത്. കേരളത്തിലെ വ്യാപാരി വ്യവസായി പ്രസ്ഥാനം സംഘടിപ്പിക്കുന്നതിൽ വലിയൊരു പങ്കുവഹിച്ച നേതാവായിരുന്നു അദ്ദേഹം. തൃശ്ശൂരിൽ പ്രബലമായ ഒരു സംഘടന ഉള്ളപ്പോൾ പിന്നെ മറ്റൊരു സംഘടന എങ്ങനെ സാധ്യമാകും എന്നുള്ള വളരെ വലിയൊരു ചോദ്യം ഏതാണ്ട് 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് വ്യാപാരി വ്യവസായി സമിതി രൂപീകരിക്കുന്ന ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഇത് ശതകോടീശ്വരന്മാരായിട്ടുള്ള വൻകിട വ്യവസായികളുടെ ഒരു സംഘടനയല്ലെന്നും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരും ചെറുകിടക്കാരുമായിട്ടുള്ള കച്ചവടക്കാരുടെ ഒരു കൂട്ടായ്മയാണ് എന്നും വിശദീകരിച്ചുകൊണ്ടാണ് ശ്രീ ബിന്നി ഇമ്മട്ടിയുടെ നേതൃത്വത്തിൽ ഈ സംഘടന രൂപീകരിക്കപ്പെട്ടത്. അദ്ദേഹം ഈ സംഘടനയുടെ സംസ്ഥാന പ്രസിഡൻറ്റും അതുപോലെ തന്നെ വിവിധ സംഘടനകളുടെ സംഘാടകനുമായിരുന്നു. ഈ നോട്ടീസിൽ ശ്രീ ബിന്നി ഇമ്മട്ടി വഹിച്ച മേഖലകൾ പല പല ചുമതലകൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം പോൾട്രി ഫാംസ് ഉടമകളുടെ സംഘടനയുടെ പ്രസിഡൻ്റായിരുന്നു. അതുപോലെ മറ്റു നിരവധി സംഘടനകളുടെ ഭാരവാഹിയായിരുന്നു. വളരെ അസംഘടിതം എന്ന് വിളിക്കപ്പെടുന്ന മേഖലകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവയ്ക്ക് ഒരു സംസ്ഥാനതല സംവിധാനം രൂപപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്തത്. അത് വളരെ മാതൃകാപരമായൊരു ദൗത്യമാണ്. വ്യാപാരി പ്രസ്ഥാനം സാധാരണക്കാരായിട്ടുള്ള വ്യാപാരികളുടെ ജീവിത പ്രശ്നങ്ങൾ തിരിച്ചറിയുകയും അവരുടെ പ്രതിസന്ധികളിൽ ഒപ്പം നിൽക്കുകയും ചെയ്യുക, അതാണ് ശ്രീ ബിന്നി ഇമ്മട്ടി കഴിഞ്ഞ അദ്ദേഹം ജീവിച്ചിരുന്ന ഘട്ടത്തിൽ തൻ്റെ പ്രവർത്തന മേഖലയായി കണ്ടെത്തിയത്. അത് വളരെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരിലെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിലും അദ്ദേഹം സജീവമായി പങ്കെടുക്കുകയുണ്ടായി. CPIMൻ്റെ തൃശ്ശൂർ ഏരിയ കമ്മിറ്റി അംഗം എന്ന നിലയിലും അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. എല്ലാ മേഖലകളിലും നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വത്തെ ആദരിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം രൂപം കൊണ്ട ഫൗണ്ടേഷൻ എല്ലാ വർഷവും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. അപ്പം അത് ഏതെങ്കിലും ഒരു വ്യക്തിയെയോ പ്രസ്ഥാനത്തെയോ മാത്രം ആദരിക്കുക എന്നുള്ളതല്ല, വിവിധ മേഖലകളിൽ ഉള്ള പ്രതിഭകളെ ആദരിക്കുക എന്ന ദൗത്യമാണ് അവർ ഏറ്റെടുക്കുന്നത്. ഇതിനുവേണ്ടി അവർ തിരഞ്ഞെടുത്തിട്ടുള്ള വ്യക്തികൾ, അതേക്കുറിച്ചുള്ള പരിചയപ്പെടുത്തലും പിന്നീട് ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഡോക്ടർ C. രാവുണ്ണിയാണ് അവർ ആദരിക്കുന്ന ഒരാൾ. ഡോക്ടർ C. രാവുണ്ണി തൃശ്ശൂരിലെ ഏറ്റവും അറിയപ്പെടുന്ന, നമ്മുടെ നാട്ടിലെ ഏറ്റവും അറിയപ്പെടുന്ന കവിയും ഗാനരചയിതാവുമാണ്. അദ്ദേഹം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ സാമൂഹ്യ രംഗത്ത് കടന്നു വന്നയാളാണ്.
മനുഷ്യൻ്റെ വേദനകൾ അതിനെ ആസ്പദമാക്കിയിട്ടുള്ള കാവ്യങ്ങൾ, അതാണ് രാവുണ്ണിയുടെ രചനകളെ ശ്രദ്ധേയമാക്കുന്നത്. പോരാടുന്ന മനുഷ്യർക്കൊപ്പം ഉറച്ച് നിലകൊള്ളുകയും അതിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്നതിൽ തൻ്റെ ദൗത്യം കവിതകൾ രചിക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദൗത്യം സർഗാത്മകമായിട്ട് തുടരുകയും ചെയ്യുന്നു ശ്രീ സി രാവുണ്ണി. അദ്ദേഹത്തെ ആദരിക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടും ഉചിതമായി. അവാർഡ് ഏറ്റുവാങ്ങാൻ എത്തിയിട്ടുള്ള ശ്രീ രാവുണ്ണി സദസ്സിലിരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഈ നാടിനു വേണ്ടി അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്യുന്നു. അതുപോലെ ശ്രീ ടി ടി ജെയിംസ്, അദ്ദേഹം തൃശ്ശൂരിലെ ഏറ്റവും മുതിർന്ന കായിക വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ഇവിടെ ആദരിക്കുന്നുണ്ട്. നമുക്കറിയാം, തൃശ്ശൂർ കായിക താരങ്ങളെ നിരവധി ഈ സമൂഹത്തിന് നൽകിയ ഒരു നഗരമാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ ഏറ്റവും പ്രമുഖനായ ഒരു കായിക താരത്തെ, ഏറ്റവും മുതിർന്ന കായിക താരത്തെ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന കായിക പ്രതിഭയാണ് ശ്രീ ടി ടി ജെയിംസ്. അദ്ദേഹത്തിന് പ്രത്യേകമായ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ വർത്തമാനകാല മലയാള സിനിമയിൽ ശ്രദ്ധേയനായ സംഗീത സംവിധായകൻ ശ്രീ മണികണ്ഠൻ അയ്യപ്പ, അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. ശ്രദ്ധേയമായ സിനിമകൾ മെക്സിക്കൻ അപാരത, കുമാരി തുടങ്ങിയിട്ടുള്ള സിനിമകളുടെ സംഗീത സംവിധായകനാണ് അദ്ദേഹം. ചലച്ചിത്ര സംഗീത ശാഖ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ഏറ്റവും സർഗാത്മകമായ പങ്കുവഹിച്ച ഒരു മേഖല ഗാനമേഖലയാണ്. നാടക ഗാനങ്ങൾ, ചലച്ചിത്ര ഗാനങ്ങൾ, അത് കേവലം ഒരു ആസ്വാദനത്തിന് വേണ്ടിയിട്ടുള്ള ഒന്നല്ല. കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ചത് സാംസ്കാരിക ഇടപെടലുകളാണ്. അതിൽ തന്നെ പാട്ടുകളാണ്. ഒരു കാലത്തെ നാടക ഗാനങ്ങൾ അത് മനുഷ്യരെ മുഴുവൻ ആവേശം കൊള്ളിക്കുകയും അസമത്വത്തിനും അനീതികൾക്കും എതിരായിട്ട് വേറുറ്റ പോരാട്ടങ്ങൾ മനുഷ്യർ നടത്തുകയും ചെയ്തു. 80 വർഷങ്ങൾക്ക് മുൻപ് രചിച്ച നാടക ഗാനങ്ങൾ ഇപ്പോഴും കേൾക്കുമ്പോൾ മലയാളി ആവേശം കൊള്ളുന്നു. അത്തരത്തിൽ പാട്ടുകൾക്ക് പോരാട്ടത്തിൻ്റെ വലിയൊരു പാരമ്പര്യമുണ്ട്. അത്തരത്തിൽ നാടക ഗാനങ്ങളും പിന്നീട് ചലച്ചിത്ര ഗാനങ്ങളും എല്ലാം തന്നെ ആ മുന്നേറ്റത്തിൽ വലിയ പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോൾ 1950 മുതൽ മലയാള സിനിമ, അതിൽ പാട്ടുകൾ ശ്രദ്ധേയമാകുന്നുണ്ട്. ആദ്യകാലത്ത് തമിഴ് മലയാളം ഗാനങ്ങളുടെ അനുകരണമായിരുന്നു മലയാള ചലച്ചിത്ര ഗാനങ്ങളെങ്കിൽ 1955-56 കാലത്താണ് നീലക്കുയിൽ വന്നാണ് എൻ്റെ ഓർമ്മ. ഭാസ്കരൻ മാഷും രാഘവൻ മാഷും കേരളത്തിലെ ചലച്ചിത്ര ഗാനത്തിൻ്റെ തലക്കുറി മാറ്റി വരച്ചു എന്ന് മാത്രമല്ല, മലയാള ചലച്ചിത്ര ഗാനശാഖയെ വലിയ തോതിൽ ജനകീയമാക്കി. യേശുദാസും ജയചന്ദ്രനും എസ് ജാനകിയും സുശീലയും ചിത്രയും ജയചന്ദ്രനും ഉൾപ്പെടെ അനേകം പ്രതിഭകൾ ആ രംഗത്ത് വലിയ സംഭാവനകൾ നൽകി. ഇന്നും നമ്മുടെ എല്ലാം പ്രഭാതങ്ങളെയും പ്രദോഷങ്ങളെയും സർഗാത്മകമാക്കുന്നത് ഈ ഗാനങ്ങളാണ്. അപ്പം അത്തരത്തിൽ ചലച്ചിത്ര ഗാനങ്ങളെ ശ്രദ്ധേയമാക്കിയ ഒരു കാലഘട്ടത്തിൽ നിന്ന് പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇപ്പം ഞങ്ങളുടെയൊക്കെ തലമുറയിൽപ്പെട്ടവരുടെ ആസ്വാദനത്തിന് ചേർന്ന വിധമാണോ പുതിയ പാട്ടുകൾ എന്നുള്ളതൊരു ചോദ്യമാണ്. പക്ഷേ എങ്കിൽ പോലും ചില പാട്ടുകൾ വല്ലാതെ വൈറലാകുന്നുണ്ട്, ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അത് പുതിയ കാലത്തെ സംഗീതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത്തരത്തിൽ ഈ കാലത്തെ ശ്രദ്ധേയമാക്കുന്ന ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രീ മണികണ്ഠൻ അയ്യപ്പ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെയും
അഭിനന്ദിക്കാൻ ഈ സമയം ഞാൻ പ്രയോജനപ്പെടുത്തുകയാണ്. ശ്രീ നിഖിൽ ദാസ്, അദ്ദേഹം നടനും നാടകകൃത്തും സംവിധായകനുമാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ മികച്ച നാടകരചന, സംവിധാനം ഇവയ്ക്കെല്ലാം അവാർഡ് കിട്ടിയിട്ടുള്ള ആളാണ്. നിഖിൽ ദാസ് നേരത്തെ പറഞ്ഞതുപോലെ നാടകം എന്നുള്ളത് അത് പ്രേക്ഷകനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒന്നാണ്. വലിയ അധ്വാനമുള്ളൊരു ജോലിയാണ്. സിനിമ ചെറിയ ചെറിയ സീനുകളായിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ്. എന്നാൽ ഏതാണ്ട് 2 മണിക്കൂറിലേറെ നേരം നാടക നടൻ അല്ലെങ്കിൽ നടീനടന്മാർ വേദിയിൽ നിന്നുകൊണ്ട് സദസ്സിനെ സർഗാത്മകമായി സ്വാധീനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നാടകം ഏറ്റവും വലിയ കലയാണ്. അത് ലോകാടിസ്ഥാനത്തിലും ഭാരത തലത്തിലുമൊക്കെ നാടകത്തിൻ്റേതായിട്ടുള്ള പാരമ്പര്യമുണ്ട്, പ്രത്യേകതകളുണ്ട്. മലയാള നാടകത്തിനും അതിൻ്റേതായ ചരിത്രവും പാരമ്പര്യവും എല്ലാം ഉണ്ട്. പുതിയ കാലത്ത് ശ്രീ നിഖിൽ ദാസിനെ പോലെയുള്ള പ്രതിഭാശാലികളായിട്ടുള്ള അനേകം നാടക പ്രവർത്തകരുണ്ട്. സിനിമയുടെ, ടെലിവിഷൻ്റെ ഒക്കെ ഈ കാലത്ത് നാടകം അസ്തമിച്ചു എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ നാടകം മരിക്കുകയല്ല, അത് പുതിയ കാലത്തിന് ചേർന്ന വിധം മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നേതൃത്വം നൽകുന്ന ശ്രീ നിഖിൽ ദാസിനെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇവിടെ പിന്നീട് അഭിനന്ദിക്കുന്ന മറ്റ് മേഖലകൾ ഒന്ന് കുടുംബശ്രീയാണ്. കുടുംബശ്രീയുടെ തൃശ്ശൂർ ജില്ലാ മിഷനെയാണ് അഭിനന്ദിക്കുന്നത്. കുടുംബശ്രീ രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് മാതൃകയായ ഒരു പ്രസ്ഥാനമാണ്. സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ. നമുക്ക് നമ്മുടെ സമൂഹം ഇന്നും പുരുഷാധിപത്യ സമൂഹമാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല, അല്ലെങ്കിൽ അതാണ് ശരി. ആധിപത്യം ഈ സമൂഹത്തിൽ പുരുഷനാണ്. അപ്പം അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ പ്രത്യേകമായിട്ടുള്ള സാമൂഹിക ഇടപെടലുകളെ പലതരത്തിൽ വിലക്കുന്ന പ്രവണത നമ്മുടെ സമൂഹത്തിൽ വളരെ ശക്തമായിരുന്നു. ഇപ്പോൾ കുടുംബശ്രീ രൂപീകരിക്കപ്പെട്ടിട്ട് ഏതാണ്ട് 28 വർഷങ്ങൾ കഴിഞ്ഞതാണ് എൻ്റെ ഓർമ്മ, അല്ലേ? ഏതാണ്ട് 3 പതിറ്റാണ്ടായി. ശ്രീ നായനാർ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ് കുടുംബശ്രീക്ക് രൂപം നൽകുന്നത്. കുടുംബശ്രീ ഇന്ന് സമസ്ത മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. വീട്ടമ്മമാരുടെ അവരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് ഒരുപാട് പദ്ധതികൾ കുടുംബശ്രീ നടപ്പിലാക്കുകയാണ്. അത് സ്ത്രീകളുടെ കരവിരുത് പ്രോത്സാഹിപ്പിക്കാൻ, കാർഷിക മേഖലയിൽ അവരുടെ ഇടപെടൽ പ്രോത്സാഹിപ്പിക്കാൻ ഉള്ള വലിയ കൂട്ടായ്മകൾ കുടുംബശ്രീ അതിൻ്റെ മിഷനുകൾ രൂപം നൽകുകയാണ്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ എനിക്കറിയാം, ഗുരുവായൂരും ചാവക്കാടും തൃശ്ശൂരും ഒക്കെയുള്ള കുടുംബശ്രീയുടെ വിവിധ ഘടകങ്ങൾ, അതിൻ്റെ ADSകൾ, CDSകൾ വളരെ ശ്രദ്ധേയമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. കലാസാഹിത്യ രംഗത്ത് ഒരിക്കലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഏതെങ്കിലും ഒരു സർഗാത്മക പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാതിരുന്ന വീട്ടമ്മമാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് രംഗത്ത് കൊണ്ടുവരികയും അനേകം വേദികളിൽ അവരെ ശ്രദ്ധേയമായി അവതരിപ്പിക്കുകയും ചെയ്തു കുടുംബശ്രീ പ്രസ്ഥാനം. അത്തരത്തിൽ കുടുംബശ്രീ ലോകത്ത് തന്നെ ഇന്ന് ചർച്ചയാണ്. ഏറ്റവും നല്ല നിലയിൽ അത് മുന്നോട്ട് പോവുകയാണ്. കാർഷിക രംഗത്ത്, അതുപോലെ ഗ്രാമീണ മേഖലയിൽ, സർഗാത്മകമായ കലാരംഗത്ത് ഒക്കെ കുടുംബശ്രീ എത്താത്ത ഒരു മേഖലയും കേരളത്തിലില്ല. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഏതാണ്ട് എല്ലാ പരിപാടികളുടെയും പങ്കാളിത്തവും നേതൃത്വവും കുടുംബശ്രീ യൂണിറ്റിനാണ്. അത് സർവേ ആയാലും വേണ്ടില്ല, മറ്റ് പ്രവർത്തനങ്ങളിലെല്ലാം കുടുംബശ്രീയെ പ്രത്യേകം ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കുടുംബശ്രീയുടെ തൃശ്ശൂർ ജില്ല ചുമതലക്കാർ അതിനെല്ലാം വളരെ നല്ല നിലയിൽ നേതൃത്വം നൽകുന്നു. കുടുംബശ്രീയുടെ തൃശ്ശൂർ ജില്ല ഘടകത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ചുമതലക്കാർക്കും അതിലെ പങ്കാളികൾക്കും
പ്രത്യേകമായ അഭിനന്ദനങ്ങൾ കുടുംബശ്രീക്ക് ഞാൻ ഈ സന്ദർഭത്തിൽ അർപ്പിക്കുകയാണ്. അവരെയും ഇവിടെ ആദരിക്കുന്നുണ്ട്. ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ ശ്രീ രാധാകൃഷ്ണൻ ഏതാണ്ട് നിമിഷങ്ങൾക്ക് എത്തുമെന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. ഇവിടെ ഈ ചടങ്ങിൽ വിദ്യാഭ്യാസ സഹായവും അതുപോലെയുള്ള കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. അപ്പം അവരെയെല്ലാം ആദരിക്കുന്നതിനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിനും ഈ ഫൗണ്ടേഷൻ നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ബിന്നി ഇമ്മട്ടി എന്ന ഒരു നേതാവിൻ്റെ സ്മരണയെ മുൻനിർത്തി ഒരു ഫൗണ്ടേഷൻ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ശ്രീ ബിന്നി ഇമ്മട്ടിയുടെ ചരമത്തിന് ശേഷം വളരെ നല്ല നിലയിൽ ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. അത് കൂടുതൽ ജനങ്ങളിലേക്ക് ഇനിയും എത്തിക്കാൻ കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് അല്പം നീണ്ടുപോയ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ.